ഹായ് ഫ്രണ്ട്സ്, 99% ട്രേഡേഴ്സും ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യുന്നത്. നിങ്ങളൊരു ട്രേഡ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചാർട്ടെല്ലാം ഭംഗിയായിട്ട് അനലൈസ് ചെയ്തു, ലെവലുകളൊക്കെ മാർക്ക് ചെയ്തു, വളരെ കളർഫുൾ ആക്കി നിങ്ങളൊരു ഡയറക്ഷണൽ വ്യൂ സെറ്റ് ചെയ്തു. ഇപ്പൊ ഇനി അങ്ങോട്ട് ഇപ്പൊ നിൽക്കുന്ന പ്രൈസ് ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്കാണ് എന്നുള്ള തീരുമാനത്തിൽ, എന്ന അസംഷനിൽ നിങ്ങൾ എത്തി. കോൾ ഓപ്ഷൻ വാങ്ങാനായിട്ട് നിങ്ങളത് വാച്ച് ലിസ്റ്റിലൊക്കെ ആഡ് ചെയ്ത് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഫോളോ ചെയ്യാറുള്ള ഒരു ഇൻഫ്ലുവൻസർ ആളുടെ മീഡിയം വഴി, ടെലഗ്രാമോ യൂട്യൂബോ ഒക്കെ വഴി ആളുടെ വ്യൂ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പൊ ആള് ഷെയർ ചെയ്ത വ്യൂ നിങ്ങളുടെ വീണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ കോൾ ഓപ്ഷൻ വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ കാണുന്നത് ഈ പുള്ളിക്കാരൻ പുട്ട് ഓപ്ഷൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്നൊന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുവെങ്കിലും പിന്നീട് കുറച്ചങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും അവിടെ ഒരു സാധ്യതയില്ല. കാരണം നിങ്ങൾ കരുതുന്നത് നിങ്ങളെക്കാട്ടിലും കേമൻ ആളാണെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായില്ല ആളെ ട്രേഡ് ഫോളോ ചെയ്യാൻ. നിങ്ങൾ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുക്കുന്നു. കുറച്ച് സമയമൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ആണ് എന്നുള്ളത് തോന്നിച്ചെങ്കിലും പിന്നീട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടു. നിങ്ങൾക്ക് വല്ലാത്ത നിരാശ തോന്നുന്നു. ആ മൊമെന്റിൽ നിങ്ങൾ ചിന്തിക്കുന്നു, ഓ ഈ മനുഷ്യന്റെ ട്രേഡ് എടുക്കണ്ടായിരുന്നു, ഞാൻ എന്റെ അനാലിസിസിൽ കൃത്യമായിട്ട് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ പ്രോഫിറ്റിൽ ഇരുന്നേനെ, വെറുതെ അബദ്ധം കാണിച്ചു എന്ന് ചിന്തിക്കുന്നു. ഇനി മറ്റൊരു സിനാരിയോയില് ഇതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചാർട്ടെല്ലാം അനലൈസ് ചെയ്ത് വ്യൂ എല്ലാം സെറ്റ് ചെയ്തു. നിങ്ങളുടെ വ്യൂ പുട്ട് ഓപ്ഷൻ ആണ്. ഈ സാഹചര്യം, ഈ സിനാരിയോയിൽ നിങ്ങളുടെ വ്യൂ സെൽ സൈഡ് ആണ്. നിങ്ങൾ പുട്ട് ഓപ്ഷൻ ആൾറെഡി എൻട്രി എടുക്കുകയും ചെയ്തു. ആ ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാർക്കറ്റ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് പോകുന്നു. നിങ്ങൾ ഒരു വലിയ ട്രേഡ്, നല്ല സൂപ്പർ ട്രേഡാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു 1:4 ഒക്കെ ഒരുപാട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പൊ ആ 1:4 വരെ വെക്കാനുള്ള വളരെ കൃത്യമായ ലോജിക്കും നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ആൾറെഡി മാർക്കറ്റ് പോസിറ്റീവായിട്ട് നീങ്ങുന്നു, 1:1 നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നിങ്ങൾ ഒരു ഫോണിൽ നോട്ടിഫിക്കേഷൻ കാണുന്നു യൂട്യൂബിന്റെ. നിങ്ങൾ അതിലേക്ക് കയറി നോക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഫോളോ ചെയ്യാറുള്ള ഒരു ഇൻഫ്ലുവൻസർ ഇതാ ലൈവിൽ വന്നിട്ട് ആളുടെ അനാലിസിസ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാണ്. ചാട്ട ആൾ അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് നോക്കി അനാലിസിസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആള് അവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് എന്നുള്ളതും അതുകൊണ്ട് നിങ്ങൾ കോൾ ഓപ്ഷൻ വാങ്ങണം എന്നുള്ളതും ആൾ ചാനലിലൂടെ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നു. നിങ്ങൾ ആൾറെഡി പുട്ട് ഓപ്ഷൻ വാങ്ങി 1:1 നിൽക്കുകയാണ്. 1:4 ആണ് നിങ്ങളുടെ ടാർഗറ്റ്. നിങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നിങ്ങൾ വളരെ വേഗം പോയിട്ട് ആ 1:1 നിൽക്കുന്ന കിട്ടിയ പ്രോഫിറ്റ് ആയി എന്ന് വിചാരിച്ച് അവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നു. എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് അവസാനിക്കാറാകുമ്പോൾ നിങ്ങൾ എന്താണോ സെറ്റ് ചെയ്തത് ആ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുകയും ഈ ഇൻഫ്ലുവൻസർ ട്രേഡ് ചെയ്ത് തന്ന ആ ട്രേഡ് ലോസിൽ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇനി വേറെ ഒരു കൂട്ടര് നിങ്ങൾ ആ 1:1 എക്സിറ്റ് ചെയ്ത സമയത്ത് വേറൊരു സാമർത്ഥ്യം കൂടെ അവർ കാണിച്ചു, വേറൊരു ബ്രില്യൻസും കൂടെ അവർ കാണിച്ചു. ഈ 1:1 എക്സിറ്റ് ചെയ്തിട്ട് മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ ട്രേഡിൽ നിങ്ങളുടെ വീണ്ടും ഓപ്പോസിറ്റുള്ള കോൾ ഓപ്ഷനിൽ എൻ്റർ ചെയ്തു. അപ്പൊ അത് എന്തായി, ആദ്യം ആ 1:1 ബുക്ക് ചെയ്തത് അവിടെ അതിലേക്ക് ആ ലോസും രണ്ടാമത്തെ ട്രേഡോട് കൂടി ആ ലോസും അതും ഈ പ്രോഫിറ്റിനെയും അത് ടേക്കൺ ചെയ്തു. അതിലും ന്യൂട്രൽ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ട്രേഡേഴ്സിന് മൊത്തത്തിൽ ലോസ് ചെയ്യാൻ. ഇന്ന് നിങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ട്, ട്രേഡൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് എങ്ങനെയുണ്ട്, എങ്ങനെയാണ്, നിങ്ങൾ എന്തൊക്കെ ട്രേഡ് എടുത്തതെന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്തിനെ നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് അന്ന്. അപ്പൊ ഒന്നും പറയേണ്ട പൊന്നു സുഹൃത്തെ, ഞാൻ ആ ചെങ്ങായിന്റെ ട്രേഡ് പോയിട്ട് എടുത്തു. ഞാൻ ഇന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു രാവിലെ തൊട്ടിട്ട് തന്നെ നല്ല ട്രെൻഡ് ആയിരിക്കും, താഴേക്ക് മാർക്കറ്റ് എത്തും എന്നുള്ളത്. ഞാൻ 1:4 റിസ്ക് റിവാർഡ് ചെയ്ത് വെച്ച ഒരു സൂപ്പർ ട്രേഡ് മനുഷ്യ, ഒന്നും പറയണ്ട. ആ ചെങ്ങായിനെ ഫോളോ ചെയ്തിട്ട് ഞാൻ 1:1 അത് എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ അയാളുടെ ട്രേഡ് പോയിട്ട് അത് ലോസ് ആവുകയും ചെയ്തു. ഇപ്പൊ മൊത്തം പിന്നെ അതിനുശേഷം 2 ട്രേഡ് കൊടുത്തു, അത് ലോസ് ആയി. ആകെ ഇന്നത്തെ ദിവസം തന്നെ ആ മനുഷ്യൻ നശിപ്പിച്ചു. ഞാൻ അയാളെ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ മേലാൽ അയാളെ ഫോളോ ചെയ്യാൻ പോകില്ല എന്നൊക്കെ പറയുന്നു. നിങ്ങൾ പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് ചിന്തിക്കുക, ഇവിടെ ട്രേഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്ത ട്രേഡറായ നിങ്ങളുടെ പ്രശ്നമാണോ, ഇൻഫ്ലുവൻസേഴ്സിന്റെ പ്രശ്നം കൊണ്ടാണോ നമ്മൾ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടു എന്നുള്ളതും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ട്രേഡിങ്ങിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്ന, അതിന്റെ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യുന്ന സൈക്കോളജി സീരീസിന്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മള് ഈ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രേഡിങ്ങിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് പല ഇമ്പൾസുകളായിട്ട് പല രീതിയിൽ ഡിസിഷൻ എടുക്കുന്നതും നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതും ഒക്കെ കാര്യങ്ങളുടെ രീതിയിൽ പല രീതിയിലുള്ള സൈക്കോളജിക്കൽ പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ നമ്മുടെ സൈക്കോളജി എപ്പിസോഡിലെല്ലാം നമ്മൾ പല തവണയായിട്ട് പലതും ഡിസ്കസ് ചെയ്താണ്. ഇതുവരെ സൈക്കോളജി സീരീസ് മുഴുവനായിട്ട് കാണാത്തവര് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ഇത്തരം മറ്റുള്ളവരാൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന
ഒരു പ്രോഗ്രാമാണ് അതോറിറ്റി ബയസ് എന്ന് പറയുന്നത്. ഒരു തരം ബയസാണ്, തോട്ട് പ്രോഗ്രാമാണ്. അപ്പൊ ഈ അതോറിറ്റി ബയസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരാളുടെ ഒപ്പീനിയനാൽ സ്വാധീനിക്കപ്പെടുന്നു. അപ്പൊ സ്വാധീനിക്കപ്പെടുമ്പോൾ അവിടെ അതിന്റെ സ്വാധീനിക്കപ്പെടാനുള്ള കാരണം നിങ്ങൾ അതിൽ വല്ലാത്ത അക്യുറസി പ്രതീക്ഷിക്കുന്നു. അയാള് ഒരു എക്സ്പേർട്ട് ഫിഗർ ആണ് എന്നുള്ളത് കരുതുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഒരു എക്സ്പേർട്ട് ഫിഗർ ആണ് അയാൾ. അപ്പൊ ഈ എക്സ്പേർട്ട് ഫിഗറിന്റെ ഒപ്പീനിയനിൽ അമിതമായി സ്വാധീനം ചെലുത്തപ്പെട്ട് അമിതമായി നിങ്ങൾ അതിന് വിശ്വാസത്തിലെടുത്ത് നിങ്ങളുടെ പ്രവൃത്തിയെയും ചിന്തയെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് അതിന്റെ ബേസിൽ നിങ്ങൾ ആക്ഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് അതോറിറ്റി ബയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധാരണ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതിന്റെ എലമെന്റുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഭക്ഷണ തൽപരനാണ് നിങ്ങൾ വരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുന്നു, നിങ്ങൾക്ക് കറിയൊക്കെ നല്ല കുറച്ചൊന്ന് ഉപ്പ് വരാൻ അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് ഉഷാറാക്കി നിങ്ങൾ കഴിക്കുള്ളൂ. ഭക്ഷണത്തിന് എന്തെങ്കിലും ഉപ്പും എരിവൊക്കെ കുറഞ്ഞാൽ അത് അപ്പം തന്നെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫ് പാർട്ണർ, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നിങ്ങൾ കാണുന്നത് ഭാര്യയാണ് ഇത് കാണണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇത് അങ്ങനെയാണ്, ഇത് ദോഷമാണ്, അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതിനെ തൃണവത്ഗണിച്ച് മുന്നോട്ട് പോവാണ്, നിങ്ങൾ അതിനെ കെയർ ചെയ്യാറേ ഇല്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾ യാദൃശ്ചികമായിട്ട് ഒരു ദിവസം ഒരു ഹെൽത്ത് സെമിനാറിൽ അറ്റൻഡ് ചെയ്യാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ അറ്റൻഡ് ചെയ്യാണ്. അപ്പൊ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഇതേ ഒരു എക്സ്പെർട്ട് ഡോക്ടർ വന്നിട്ട് വലിയ വായിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ കേട്ട് കാത് ഓർപ്പിച്ചിരുന്ന് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തി ഡിന്നറിന്റെ സമയമാകുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളൊരു പിടുത്തം ആ ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ എടുക്കാൻ വേണ്ടി എന്നാൽ നേരിട്ട് അത് ആ ശ്രദ്ധ ഇപ്പൊ തന്നെ ഞാൻ അതങ്ങ് മാറ്റി എന്നുള്ളത് പാർട്ണർ കണ്ടാൽ അത് ഇപ്പൊ ആളുടെ മുന്നിൽ ആള് പറഞ്ഞിട്ട് ഇത്രയും കാലം കേട്ടിട്ടില്ല, എന്നിട്ട് ഇപ്പൊ ഇയാൾ പറഞ്ഞപ്പോൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ആൾ അതിനിട്ടിട്ട് ഇങ്ങനെ ചിലപ്പോൾ നമ്മളിട്ടിട്ട് കളിയാക്കിക്കൊണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ ഉള്ളിലേക്ക് ചിലർ അപ്പം തന്നെ ചേഞ്ച് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു, കുറച്ച് ആളുകൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അറിയാത്ത പോലെ ചേഞ്ച് ചെയ്യാൻ എന്ന് തീരുമാനിക്കും. അപ്പൊ എന്തോ അത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും അത് നിങ്ങളുടെ പുതിയൊരു തീരുമാനത്തിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു കുറെ ആളുകളെയൊക്കെ. അപ്പൊ അവിടെ സംഭവിച്ചത് ആദ്യത്തെ കാര്യം, ആദ്യം ഇതേ അഡ്വൈസ് നൽകിയ വേറൊരാളെ നിങ്ങളൊരു അതോറിറ്റി ഫിഗർ ആയിട്ട് കാണാത്തതുകൊണ്ടും പിന്നീട് നിങ്ങൾക്ക് ഈ ഡേറ്റ കിട്ടിയത് ഒരു അതോറിറ്റി ഫിഗറിന്റെ അടുത്താണ് എന്നുള്ളത് കൊണ്ടും നിങ്ങൾ അതിനെ നിങ്ങളുടെ മനസ്സതിനെ എടുത്തു എന്നുള്ളതാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് പിറകിലേക്ക്, നൂറ്റാണ്ടുകളിലേക്ക് പിറകിലേക്ക് പോയാൽ മനുഷ്യ സമൂഹം ജീവിച്ച അവന്റെ രീതികളൊക്കെ വെച്ചിട്ട് അവന്റെ ബ്രെയിൻ ഇവോൾവ് ചെയ്തെന്ന വന്ന രീതിയൊക്കെ വെച്ചിട്ട് പണ്ട് മുതലേ ഇവന്റെ ബ്രെയിനിൽ ഈ പ്രത്യേകത ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കാണാൻ പറ്റും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ വിശ്വസിച്ചിരുന്നത്, ഈ ഒറ്റ കാര്യം കൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് ട്രേഡിങ്ങിന്റെ ഡീറ്റെയിലേക്ക് വരാം. മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഭൂമിയെ കറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മനുഷ്യൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സയന്റിസ്റ്റുകളെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നുള്ളത്, സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്നുള്ളതാണ് അന്നത്തെ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്താണ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള നിക്കോളാസ് കോർപ്പസ് നിക്കസ് എന്നുള്ള മനുഷ്യൻ വന്നിട്ട്, ഒരു മാത്തമാറ്റീഷ്യൻ വന്നിട്ട് പറയാണ് ഇത് അങ്ങനെയല്ല, ആക്ച്വലി ഭൂമിയാണ് സൂര്യന്റെ ചുറ്റും കറങ്ങുന്നത് എന്നുള്ളത്. അപ്പൊ ഇതൊരു ഡിസ്കഷൻ ആവുന്നു. ഇത് ഡിസ്കഷൻ ആകുമ്പോൾ സയന്റിസ്റ്റുകളൊക്കെ, അന്നത്തെ സോക്കാൾഡ് സയന്റിസ്റ്റുകളൊക്കെ ഇടപെട്ടിട്ട് പറയുന്നു അതൊരു റബ്ബിഷാണ്, അങ്ങനെയൊന്നുമല്ല, സൂര്യൻ തന്നെയാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്, അതിനാ വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ഓഡിയൻസ്, സമൂഹം ഈ രണ്ട് കാര്യങ്ങളെയും കേൾക്കുന്നുണ്ടെങ്കിലും അവര് എടുക്കുന്നത് അന്നത്തെ അതോറിറ്റി ഫിഗേഴ്സ് ആയിട്ടുള്ള സയന്റിസ്റ്റ് പറഞ്ഞ കാര്യത്തെ എടുക്കുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് കാലങ്ങൾ മുന്നോട്ട് പോയി ഗലീലിയോ പോലെയുള്ള ആളുകൾ ഇതിനെയൊക്കെ എവിഡൻസ് ബേസിൽ സമർത്ഥിച്ചുകൊണ്ട് ഇപ്പോ ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്നുള്ള റിയാലിറ്റിയിലേക്ക്, ആ മനസ്സിലാക്കലിലേക്ക് മനുഷ്യനെത്തുന്നു. അപ്പൊ ഇവിടെ സംഭവിച്ചത് അവിടെ അതോറിറ്റി ഫിഗർ ആയിട്ടുള്ള ഒരു ആളുകൾക്ക് പോലും തെറ്റ് പറ്റുന്നു എന്നുള്ളത്, സാധാരണ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും തെറ്റ് പറ്റുന്നു എന്നുള്ളതും, അത് ആ തെറ്റിനാൽ മനുഷ്യന്മാര് ആ തെറ്റായ ഇൻഫർമേഷൻ ശേഖരിക്കുകയും അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ട്രേഡിംഗ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി ബിസിനസ്സിൽ ഇവിടെ നിങ്ങൾ അതോറിറ്റി ഫിഗർ ആണ്, സൂപ്പർ ഹീറോ എന്ന് വരുന്ന ഏതൊരാളും എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അത് ശരിയാവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കാൻ അല്പം സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അപ്പൊ ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ ഈ അതോറിറ്റി ബയസ് നിങ്ങളെ സ്വാധീനം ചെലുത്താനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിലേക്ക് വന്ന ഏതൊരാളെയും ഒന്നുകിൽ അയാളുടെ കരിയറിന്റെ ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ട്രേഡിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ ഇപ്പോഴും നിങ്ങൾ ഈ അതോറിറ്റി ബേസിനാൽ സ്വാധീനം ചെലുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഒരു ട്രേഡറെ, എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് ഈ അതോറിറ്റി ബയസ് അയാൾ റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഒന്നാമതായിട്ട് ബേസിക് ആയിട്ട് നിങ്ങളിൽ
റിഫ്ലക്ട് ചെയ്ത് കാണുന്ന ഒരു കാര്യം. ഈ അതോറിറ്റി ബയസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുക. എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി നമ്മൾ പല ലെവലുകളിലാണ്. നമുക്കൊരു 1 മുതൽ 10 വരെ സ്കോർ കൊടുത്താൽ ഒരാൾക്ക് 1 ആയിരിക്കാം, ഒരാൾക്ക് 2 ആയിരിക്കാം, 5 ആയിരിക്കാം, 10 ആയിരിക്കാം, അങ്ങനെ. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ, അതോറിറ്റി ബയസിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ നോക്കുക. ഒരാൾ ഒരു ട്രേഡ് എടുത്തതിന്റെ റീസൺ ആളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ പോയിന്റ് ആണ്, ഒരാൾ ട്രേഡ് എടുത്തതിന്റെ റീസൺ ആൾക്ക് ചോദിക്കുകയാണ്, അയാൾക്ക് പറയാനുള്ളത് ഞാൻ ആ ട്രേഡ് എടുത്തത് മറ്റേ പുള്ളിക്കാരൻ എടുത്തുകൊണ്ടാണ് എന്നാണെങ്കിൽ, അതായത് യു ഹാവ് ടേക്കൺ എ ട്രേഡ് ഓൺലി ബിക്കോസ് സംവൺ ഹാസ് ടേക്കൺ ദ സെയിം ട്രേഡ്. ഇവിടെ ഈ സംവൺ എന്ന് പറയുന്നത് നിങ്ങളൊരു അതോറിറ്റി ഫിഗർ ആണെന്ന് കരുതുന്ന, ഒരു എക്സ്പെർട്ട് ആണെന്ന് കരുതുന്ന ഒരാൾ എടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ ട്രേഡ് എടുത്തിട്ടുള്ളതെങ്കിൽ മനസ്സിലാക്കുക, യു ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് അതോറിറ്റി ബയസ്. അപ്പൊ നിങ്ങൾ അറിയാതെ അതോറിറ്റി ഫിഗറിനെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും നിങ്ങൾ അതിന്റെ ബേസിലാണ് ട്രേഡ് എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോട്ട് എക്സിറ്റിംഗ് അറ്റ് സ്റ്റോപ്പ് ലോസ്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, പക്ഷെ ആ സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ നോർമലി എക്സിറ്റ് ചെയ്യാൻ ഒക്കെ സാധ്യത ഉണ്ടെങ്കിലും, അങ്ങനെ എക്സിറ്റ് ചെയ്ത ഒരാളാണെങ്കിലും ഒരു ദിവസം നിങ്ങൾ കാണുന്നു നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എത്തിയ സമയത്ത് നിങ്ങൾ മാനുവലി സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല, ജസ്റ്റ് ഹോൾഡ് ചെയ്യാണ്, ആ സമയത്ത് എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാനാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്തിയ സമയത്ത് വേറെ ഒരു ഇൻഫ്ലുവൻസർ ആളുടെ വ്യൂ ഷെയർ ചെയ്യുന്നു, ആ വ്യൂ മുകളിലേക്കാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ നിങ്ങൾ അതിനെ പിടിച്ചുകൊണ്ട് അതിൽ ഹോപ്പ് വെച്ചുകൊണ്ട് ആ ഹോപ്പിന്റെ പുറത്ത് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യാതെ ആ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു അതോറിറ്റി ബയസിന്റെ സ്വാധീനമാണെന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ മറ്റൊരു സാധ്യത, മൂന്നാമത്തെ ഒരു എലമെന്റ് എന്ന് പറയുന്നത്, ഒരു മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ റിലക്റ്റൻസ് ടു ചേഞ്ച് യുവർ മൈൻഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു തീരുമാനം എടുത്തു എന്ന് കരുതുക, ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാൽ നിങ്ങൾ സ്വാധീനിക്കപ്പെട്ടു, ആ തീരുമാനം നിങ്ങൾക്ക് മാറ്റാൻ പറ്റാതെ സാഹചര്യങ്ങൾ മാറുമ്പോഴും നിങ്ങൾ അയാളുടെ ആ ഒപ്പീനിയനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ ട്രേഡിൽ എൻട്രി എടുത്തു, മറ്റൊരാളെ ഫോളോ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആ ട്രേഡ് പിന്നീട് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ പുള്ളിക്കാരുടെ നിങ്ങൾ ചോദിക്കുകയാണ്, അഡ്വൈസ് എടുക്കണം, എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ആൾ പറയുന്നു ഡോണ്ട് വറി, അത് കീപ് ദ ട്രേഡ്, പകരം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ആവറേജ് ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ അവിടെ ആവറേജ് ചെയ്തു, പിന്നെയും മാർക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ മാർക്കറ്റ് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ മാർക്കറ്റ് താഴേക്ക് പോകുന്നു. വളരെ ക്ലിയർ പിക്ചർ നിങ്ങളുടെ മുന്നിൽ മാർക്കറ്റ് വരച്ചു തരുന്നുണ്ട്, ദേ മാർക്കറ്റ് ഞാൻ താഴേക്ക് പോവാണ് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് കണ്ടിട്ടും എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല, കാരണം നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. മറ്റേ പുള്ളിക്കാരന്റെ ഒപ്പീനിയനിൽ ഇങ്ങനെ നിങ്ങൾ ഒട്ടിപ്പിടിച്ചതുപോലെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് എക്സിറ്റ് ചെയ്യണം, ഇതിപ്പോ താഴേക്കാണ് പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നിങ്ങൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അവിടെയാണ് റിലക്റ്റൻസ് ടു ചേഞ്ച് യുവർ മൈൻഡ് എന്നുള്ള ആ പോയിന്റ് പ്രസക്തമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല, ആ സ്വാധീനത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ താഴേക്ക് പിന്നെയും ഒന്നുകൂടെ ചിലപ്പോൾ ആളെ ആവറേജ് ചെയ്യാൻ പറഞ്ഞാൽ ആവറേജ് ചെയ്യും, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ആവറേജ് ചെയ്യും. അങ്ങനെ ആവറേജ് ചെയ്ത് അവസാനം അത് മുഴുവൻ കാശ് കളയുന്ന രീതിയിലേക്ക് ആ ട്രേഡ് അവസാനിക്കുകയും ചെയ്യും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ ട്രേഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അതോറിറ്റി ബയസിന്റെ സ്വാധീനത്താൽ നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ 3 കാര്യങ്ങളല്ലാതെ മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അതോറിറ്റി ബയസിന്റെ സ്വാധീനത്താൽ നിങ്ങൾ എടുക്കുന്നത് കാണാൻ പറ്റും. അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ കൂടെ നോക്കുക. ഒപ്പം വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് നമ്മളെ സൊല്യൂഷനിലേക്കൊക്കെ വരികയാണ്. അതിന് മുമ്പ് ഒന്ന് ലൈക്ക് അടിക്കാനൊക്കെ മറന്നുപോയാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഇതിന്റെ വിശദമായിട്ട് എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് പോവാം. എങ്ങനെ നമുക്ക് ഈ അതോറിറ്റി ബയസിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നമ്മൾ എങ്ങനെ സ്വാധീനം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സൊല്യൂഷനെ പറ്റിയിട്ട് വിശദമായിട്ട് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന 1-on-1 സൈക്കോളജി മെന്റർഷിപ്പ് പ്രോഗ്രാം ഇന്ത്യയിൽ ആദ്യമായ രീതിയിലുള്ള തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. അതിന്റെ ഡീറ്റെയിൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് പരിചയമുള്ള ആളുകൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ചാപ്റ്റർ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ട്രേഡേഴ്സിന്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 1-on-1 സൈക്കോളജി മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളുന്നു.
ഈ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം 2 ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ, ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന 1-2 ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടേ കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ്. അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ട്രേഡിൽ എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും. പിന്നീട് അത് മിസ്സായല്ലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പോൾ അത്തരത്തിലൊരു അവസരത്തിൽ പോയിട്ട് ചാടും. അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇനി ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഓവർ ട്രേഡും റിവെഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം. അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും. ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. മനസ്സിനെ ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റ് ഒരു ബിസിനസ്സിനെയും പോലെ അല്ല ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് 1:1 2 1:3 നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക. അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം. സൊല്യൂഷനിലേക്ക് വരാം. ഏറ്റവും ആത്യന്തികമായിട്ട് ആദ്യത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ള നമുക്കൊരു പരത്തി പറഞ്ഞാൽ ഓവറാൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. ബിലീഫ് സിസ്റ്റത്തിൽ എന്താ ചേഞ്ച് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിന് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ചില വിശ്വാസങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും വേറെ ചിലത് കൂട്ടിച്ചേർക്കുകയും വേണം, നമ്മുടെ മനസ്സിൽ ആഡ് ചെയ്യുകയും വേണം. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് അതിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഒരു തീവ്രത ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് 1, 2, 3 സ്കോർ എങ്കിൽ പല ആളുകൾക്കും പല സ്കോറുകളായിരിക്കും. ഒരു 10 വരെ സ്കോറുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇന്റൻസിറ്റി നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ മറ്റൊരു സൈക്കോളജിക്കൽ എലമെന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫ് പൊസിഷൻ എന്ന് പറയുന്ന നിങ്ങളെ പറ്റിയിട്ടും മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിനെ ഒരു ബേസിക് ലൈഫ് പൊസിഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്യുന്ന ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. നിങ്ങളുടെ ഓരോ ചിന്തകളിലും ഓരോ പ്രവൃത്തികളിലും ഒക്കെ അതിന്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. നിങ്ങളുടെ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഐ എം ഓക്കെ, എന്നെ കൊള്ളാം എന്ന് വിശ്വസിക്കുന്ന ആളാണോ ആ പ്രവൃത്തിയിൽ, അതോ എന്നെ കൊള്ളില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണോ? മറ്റൊരാളോട് ഇടപെടുമ്പോൾ നിങ്ങളുടെ ഇടപെടലിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ അയാളെ കൊള്ളും, ദേ ആർ ഓക്കെ, അതേഴ്സ് ആർ ഓക്കെ എന്നുള്ള ബിലീഫ് സിസ്റ്റത്തിലാണോ അല്ലയോ എന്നുള്ള, അതോ അവരല്ല ദേ ആർ നോട്ട് ഓക്കെ എന്നുള്ള ബിലീഫ് സിസ്റ്റത്തിലാണോ എന്നുള്ളത് നിങ്ങളുടെ ആക്ടിവിറ്റിന്നും നിങ്ങളുടെ തോട്ട് പ്രോസസ്സൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ പ്രീവിയസ് എപ്പിസോഡുകളിൽ സൈക്കോളജി സീരീസിൽ
പല ട്രേഡിംഗ് മെത്തേഡുകളെയും എങ്ങനെയാണ് ഇത് സ്വാധീനിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവര് മുഴുവൻ സീരീസും താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് മുഴുവൻ സീരീസും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനകത്ത് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആത്യന്തികമായിട്ട് ഈ ഒരു ബിലീവ് സിസ്റ്റം നിങ്ങളുടെ അതോറിറ്റി ബയസിന്റെ ഇന്റൻസിറ്റി തീരുമാനിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ബേസിക്കലി എന്നെ കൊള്ളില്ല, മറ്റുള്ളവരെ കൊള്ളാം എന്നുള്ള ബിലീഫ് സിസ്റ്റത്തിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് മറ്റുള്ളവരെ കൊള്ളാം എന്നുള്ളത് കൊണ്ടാണ് അതോറിറ്റി ഫിഗറിനെ ആള് ഫോളോ ചെയ്യുന്നത്. അയാളുടെ ട്രേഡിലേക്ക് സ്വന്തം ട്രേഡിനേക്കാളും കോൺഫിഡൻസിൽ അയാൾ എൻ്റർ ചെയ്യുന്നു അല്ലെ. സ്വന്തം ട്രേഡ് അനാലിസിസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചവിടെ കാൾ ഓപ്ഷൻ വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിന്ന ആൾ അതിനാണ് മാറ്റി വെച്ചിട്ട് മറ്റേ ആളുടെ പുട്ട് ഓപ്ഷനിലേക്ക് എൻ്റർ ചെയ്തത്. എന്നെ കൊള്ളില്ല, അയാളെ കൊള്ളാം എന്നുള്ള ബേസിക് പെർസെപ്ഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഈ പറഞ്ഞ ഈ ഇന്നർ പ്രോഗ്രാമിങ്, ഈ ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കേണ്ടത്? നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളൊരു ട്രേഡറാണ്, അയാളും ഒരു ട്രേഡറാണ്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ അയാൾക്ക് ഒരു എഡ്ജ് കൊടുക്കുന്നു, അയാൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു? ഉത്തരം സിമ്പിൾ ആണ്. നിങ്ങളെക്കാൾ എക്സ്പേർട്ടീസ് അല്ലെങ്കിൽ നിങ്ങളെക്കാളും സ്കില്ലും നോളേജും അയാൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബിലീഫ് സിസ്റ്റം മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അയാൾക്ക് ഉണ്ടെന്ന് കരുതുന്ന സ്കില്ലും നോളേജും ആർജിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. നിങ്ങൾ ആർജിച്ച നിങ്ങളുടെ സ്കില്ലിലും നോളേജിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട അടുത്ത ഘടകമാണ്. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിനെയും നോളേജിനെയും നിങ്ങൾ ആത്യന്തികമായിട്ട് അത് നിങ്ങൾ വേണ്ട രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ അതോറിറ്റി ബയസിന്റെ സ്വാധീനം, അതിന്റെ തീവ്രത വളരെ തുച്ഛമായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ബിലീഫ് സിസ്റ്റത്തിൽ ചേഞ്ച് ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളെ പറ്റിയിട്ടുള്ള ആ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുത്തണം. ആ വ്യത്യാസം വരുത്തേണ്ടത് സ്കില്ലും നോളജും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് എനിബഡി ക്യാൻ ബി റോങ് ഇൻ ട്രേഡിംഗ് എന്നുള്ള പോയിന്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാം. എനിബഡി ക്യാൻ ബി റോങ് ഇൻ ട്രേഡിംഗ്. അത് ഏത് അപ്പോസ്തലനായിക്കോട്ടെ, ഏത് കോലോത്ത തമ്പുരാനായിക്കോട്ടെ, ഏത് സൂപ്പർ ഹീറോ ആയിക്കോട്ടെ, ആള് കോടികൾ സമ്പാദിക്കുന്ന ട്രേഡർ ആയിക്കോട്ടെ, നോ മാറ്റർ ഹു ഈസ് ഹി, ആർക്കും ട്രേഡിങ്ങിൽ തെറ്റാം എന്നുള്ള, അപ്പോൾ ഇത് ഇന്ന വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് ഞാനിത് ബ്ലൈൻഡായി ഫോളോ ചെയ്യും എന്നുള്ള ആ പെർസെപ്ഷൻ അങ്ങോട്ട് മാറ്റിവെക്കാം. നിങ്ങളുടെ മുന്നിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വാരൻ ബഫറ്റ് ആണ് തരുന്നതെങ്കിൽ പോലും അത് തെറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളെന്ന റിയൽ ട്രേഡറുടെ ഉദയം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് നോ ട്രേഡ് ഈസ് സെർട്ടൺ എന്നുള്ളതാണ്. ഒരു വ്യക്തിയും അവിടെ പെർഫെക്റ്റ് അല്ല, ഒരു വ്യക്തിയുടെ അനാലിസിസും പെർഫെക്റ്റ് അല്ല എന്നുള്ളത് നമ്മൾ മുമ്പത്തെ പോയിന്റ് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു ട്രേഡും പെർഫെക്റ്റ് അല്ല, ഒരു ട്രേഡും സെർട്ടൺ അല്ല എന്ന ബിലീഫ് സിസ്റ്റം നിങ്ങൾ മാറ്റിയാൽ മാത്രമേ അതോറിറ്റി ബയസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അയാൾ തന്ന ആ ട്രേഡ് ഒരു പെർഫെക്റ്റ് ആണ് എന്ന് കരുതുന്നത് കൊണ്ടാണ്, ആ ട്രേഡിനോടുള്ള വ്യൂ പെർസെപ്ഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ അതോറിറ്റി ബയസ് ട്രിഗർ ചെയ്യപ്പെട്ടത്. നോ ട്രേഡ് ഈസ് പെർഫെക്റ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ, അപ്പൊ രണ്ടും സാധ്യത മാത്രമാണെന്നുള്ളത് കരുതുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിന്റെ കുറെ പോയേക്കാം. കാരണം നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ട് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് മനസ്സിലാക്കിയതാണ്. അപ്പൊ അതിന്റെ ഒപ്പം നിൽക്കാനാണ് കൂടുതൽ സാധ്യത. രണ്ട് ട്രേഡിനും ഈക്വലി ലോസ് അടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ, അപ്പൊ ഇവിടെ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ 100 ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്ത ട്രേഡുകൾ. ഇപ്പൊ നമ്മൾ സ്വിംഗ് ട്രേഡുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിന് വേണ്ടി സ്വിംഗ് ട്രേഡ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഓരോ പാരാമീറ്റർ ഉണ്ട്. അതിൽ 100 പോയിന്റുകൾ ഉണ്ടെന്ന് കരുതാം. നമുക്കൊരു 30ഓളം പോയിന്റുകളൊക്കെയാണ് നമ്മൾ നോക്കാറുള്ളത്. ഒരു 100 ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. 100 കാര്യങ്ങൾ. ഉദാഹരണത്തിന് കഴിഞ്ഞ 3 ക്വാർട്ടറിലും പ്രോഫിറ്റ് ആക്സിലറേഷൻ ഉണ്ട്, പ്രോഫിറ്റ് കൂടി വരികയാണ്, റവന്യൂ കൂടി വരികയാണ്. രണ്ടാമത്തത് അവരുടെ പ്ലാന്റ് മെഷീനറിയിലൊക്കെ പുതിയ ഗ്രോത്ത് കഴിഞ്ഞ വർഷമൊക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു 100 പോയിന്റുകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ 100ൽ 100 മാർക്ക് ഇതിനുണ്ട് എന്ന് കരുതി ഞാനൊരു സ്വിംഗ് ട്രേഡ് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ അത് കൃത്യമായിട്ട് വേണ്ട രീതിയിൽ റിസ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര എമൗണ്ട് അലോട്ട് ചെയ്യണം എന്നുള്ളതൊന്നും പ്ലാൻ ചെയ്യാതെ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് എൻ്റർ ചെയ്താൽ നിങ്ങളുടെ മിസ്റ്റേക്കാണത്. ആ 100ൽ 100 പോയിന്റ് മീറ്റ് ചെയ്ത ഒരു ട്രേഡ് പോലും ഞാൻ ഒരു സാധ്യത പ്രോബബിലിറ്റി മാത്രമായിട്ടാണ് കാണുന്നത്. ആ കമ്പനിയുടെ പ്രൈസ് ആ കമ്പനി തകർന്നു പോയി 0യിൽ എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ടെക്നിക്കൽ അനാലിസിസിന്റെ അങ്ങേയറ്റത്തെ പോലി എല്ലാ രീതിയിലും തലങ്ങും വിലങ്ങും അനലൈസ് ചെയ്ത് സ്മാർട്ട് മണി കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു കിഡിലൻ ട്രേഡ് നിങ്ങളത് ഷെയർ ചെയ്താലും അതൊരു പെർഫെക്റ്റ് ട്രേഡ് ആണെന്നുള്ളത് ഷെയർ ചെയ്യല്ല, നിങ്ങൾ എടുക്കുകയാണ്. നിങ്ങൾ അത് പെർഫെക്റ്റ് ട്രേഡ് ആണെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നമാണത്. ചില ആളുകൾ പറയാറുണ്ട്, ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് പോയിന്റ് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് വിവാപ്പ് കട്ട് ചെയ്ത് ഇറങ്ങി
ഉറപ്പാണ്. അവിടുന്ന് കട്ട് ചെയ്തവൻ എന്തായാലും അടുത്ത് CPR വരെ എത്തും. റോങ്. ആ പെർസെപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രേഡിലാണെങ്കിലും ശരി, വേറെ ഇവിടെ നമ്മൾ അതോറിറ്റി ബേസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മറ്റൊരാളുടെ ട്രേഡിലാണ് ഈ ട്രസ്റ്റ് നിങ്ങൾ കൊടുക്കുന്നത്. അയാളുടെ അനാലിസിസ് അത്രയും പെർഫെക്റ്റ് ആണെന്നുള്ള രീതി തെറ്റാണ്. അവിടെ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ സിം ട്രേഡ് ഷെയർ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് നമ്മുടെ മെമ്പർഷിപ്പിനെ പറ്റിയിട്ട് കൂടെ ഒന്ന് പറയുന്നു. യൂട്യൂബിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ജോയിൻ എന്നുള്ള ഇപ്പൊ ഈ വീഡിയോയുടെ താഴെ വലതുവശത്ത് ജോയിൻ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന സിം ട്രേഡുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നോ ഇൻഫ്ലുവൻസർ, നോ ട്രേഡർ ഈസ് സക്സസ്ഫുൾ ബിക്കോസ് ഓഫ് ഓൾ ഹിസ് ട്രേഡ്സ് ആർ ബുക്കിംഗ് പ്രോഫിറ്റ്. നിങ്ങൾ കരുതുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആളുടെ എല്ലാ ട്രേഡുകളും പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണോ? ഒരു ട്രേഡർ, ഒരു വിജയിച്ച ട്രേഡർ, പ്രോഫിറ്റബിൾ ആകുന്ന ഒരു ട്രേഡർ വർഷത്തിൽ ഒരു 100 ട്രേഡിന്റെ ഒരു സീരീസ് എടുത്താൽ ആ 100 ട്രേഡ് സീരീസിൽ അയാൾ ചിലപ്പോൾ 50 ട്രേഡുകൾ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ടാവും. അയാളത് മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആൾ പ്രോഫിറ്റിലാവുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ കാണിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത്, നിങ്ങൾ ഇടയ്ക്ക് ഇതേ ട്രേഡർ സൈക്കോളജിന്റെ ഡിസ്കോഡ് ഉണ്ട്, അവിടെ ഒന്ന് പോയിട്ട് തന്നിട്ട് നോക്കും. അപ്പൊ അവിടെ നമ്മുടെ അഡ്മിൻ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ഇൻട്രാഡേ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് പോയി നോക്കും, ഒരു ദിവസം ഒന്ന് പോയിട്ട് നോക്കും, അല്ലെങ്കിൽ 2 ദിവസം പോയിട്ട് നോക്കും. 2 ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചു. പിന്നെ പോയിട്ട് അപ്പുറത്തെ ട്രേഡിൽ പോയിട്ട് പിന്നെ അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയിട്ട് ഒന്ന് പണി നോക്കും, അവിടെ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് അപ്പൊ അവരുടെ ഒരു 100 ട്രേഡ് എടുത്താൽ ചിലപ്പോൾ 50 അല്ലെങ്കിൽ 40 ട്രേഡ് ലോസ് ആവുന്ന ആ ലോസിന്റെ സീരീസിൽ പോയിട്ടായിരിക്കും നിങ്ങൾ ഈ തല വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലെ ഡിസ്കോഡിൽ ഇൻട്രാഡേ ട്രേഡ് ഷെയർ ചെയ്യുന്നത് 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു ആള് ബ്രോക്കറും കൂടിയാണ്. അപ്പൊ അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ട്രേഡ് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനല്ല ഇൻട്രാഡേ ട്രേഡുകൾ ഷെയർ ചെയ്യുന്നത്, സ്വിംഗ് ട്രേഡുകൾ മാത്രമാണ് ഞാൻ നേരിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മാറി മാറി ഓടുമ്പോൾ അവിടെ ഓരോ സ്ഥലത്ത് പോയിട്ടും ഓരോ ഗ്രൂപ്പിൽ പോയിട്ടും നിങ്ങൾ ഇങ്ങനെ എന്തിച്ച് നോക്കുമ്പോൾ കാണുന്നതൊക്കെ പെടുന്നതൊക്കെ അവരുടെ ലോസിലോ ലോസിങ് സ്ട്രീക്കിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ ലോസിലും ഇവന്റെ ലോസിലും അവന്റെ ലോസിലും ഒക്കെ നിങ്ങൾ ഒരു ഭാഗമായി അവസാനം സ്വന്തം ട്രേഡിന്റെ മെത്തേഡിലെ അതിന്റെ ലോസിങ് സ്ട്രീക്കിന്റെയും ഭാഗമായിട്ട് നിങ്ങൾ മാറുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ലോസിലാവും. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഒരാളെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കുറെ നാളത്തേക്ക് നിങ്ങൾക്ക് ഒരാളെ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഒരാളുടെ ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെത്തേഡുകൾ ഫോളോ ചെയ്ത് പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ആ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരാളെ മാത്രം ഫോളോ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ട്, അറിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെയും ഫോളോ ചെയ്യേണ്ട, ഒരു ന്യൂസിനെയും ഫോളോ ചെയ്യേണ്ട. രാവിലെ 9:15 മുതൽ 3 മണി വരെ 3:30 വരെ നിങ്ങൾ ഈ പുറം ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും ന്യൂസുകളിൽ നിന്നൊക്കെയുള്ള ബന്ധം അങ്ങോട്ട് ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ അതിനുള്ള അറിവും സ്കില്ലും ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ കുറെ നാളത്തേക്കെങ്കിലും ഒരാളെ മാത്രം ഫോളോ ചെയ്യാം. നമ്മുടെ ഈ മെമ്പേഴ്സിന്റെ ഞാൻ കൊടുത്ത വീഡിയോയിൽ, നമ്മൾ സിം ട്രേഡ് ഫോളോ ചെയ്യുന്ന മെമ്പേഴ്സിന് കൊടുത്ത വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു മെത്തേഡ്, നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി, ഒരു വ്യക്തിയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും അയാളെ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇല്ലെങ്കിൽ അയാൾ ഒരു ലൂസിംഗ് സ്ട്രീക്കിലുള്ള സമയത്ത് പോയിട്ട് നിങ്ങൾ അതിന്റെ ഭാഗമാവും. അയാൾ പിന്നെ കവർ ചെയ്ത് പ്രോഫിറ്റുകളാക്കി ബാക്കി ട്രേഡുകളിലൊക്കെ പ്രോഫിറ്റ് ആക്കി എൻഡ് ഓഫ് ദി ഇയർ എടുത്ത് നോക്കുമ്പോൾ അയാൾ പ്രോഫിറ്റിലായിരിക്കും. അപ്പൊ ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഒരു ട്രേഡറും ആളെടുക്കുന്ന എല്ലാ ട്രേഡുകളും പ്രോഫിറ്റിലാക്കിയിട്ടല്ല അയാൾ സക്സസ്ഫുൾ ആവുന്നത്, നെറ്റ് പ്രോഫിറ്റിലാകുന്നത്. അപ്പൊ ഇടയ്ക്ക് മാത്രം പോയിട്ട് അവിടെയും ഇവിടെയുള്ള റാൻഡം ട്രേഡുകൾ എടുത്താൽ നിങ്ങൾ അതിൽ പെട്ടുപോവുകയുള്ളൂ. അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കുമ്പോൾ ആ ബിലീഫ് സിസ്റ്റത്തിൽ നിങ്ങൾ മാറ്റം വരുത്തുമ്പോൾ, അങ്ങനെ ആരും പ്രോഫിറ്റബിൾ അല്ല, എല്ലാ ട്രേഡിലും പ്രോഫിറ്റബിൾ അല്ല എന്നുള്ള ബിലീഫ് സിസ്റ്റം നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ, ഉറച്ചു വിശ്വസിക്കുമ്പോൾ നിങ്ങളിൽ അതോറിറ്റി ബയസിന്റെ സ്വാധീനം കുറയുന്നത്, മറ്റുള്ള ഒരാൾ അനാവശ്യമായിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഒഴിവാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്, ഈസ് ദിസ് ദ റൈറ്റ് റീസൺ ഫോർ മൈ എൻട്രി എന്നുള്ളതാണ്. ഒരാൾ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളൊരു ട്രേഡ് എടുക്കാൻ തീരുമാനിച്ചാൽ, ഒരാൾ പറഞ്ഞു എന്നുള്ളത് ട്രേഡ് എടുക്കാനുള്ള ശരിയായ കാരണമാണോ എന്നുള്ള ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ മനസ്സ് തരുന്നത് ശരിയാണ് എന്നുള്ളതാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ആ ട്രേഡ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതല്ല, നിങ്ങൾ ഒരാളുടെ ഒരു ട്രേഡ്, ഒരു റെക്കമെൻഡേഷൻ, ഒരു മെത്തേഡ് കണ്ടു, പക്ഷെ നിങ്ങൾക്ക് അതിന് കുറെ അധികം മറ്റ് ഡേറ്റകളും കൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അത് വളരെ ലോജിക്കലായിട്ട് മാറുന്നു. ചില ആളുകളൊക്കെ വന്നിട്ട് ചില ഡൗട്ട്സ് ചോദിക്കാറുണ്ട്, ഈ സ്റ്റോക്ക് എന്നാണ് എക്സിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ടെലിഗ്രാമിലൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സ്. അപ്പൊ ആ സമയത്ത് ഇത് എങ്ങനെ എന്തുകൊണ്ട് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റേ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളതാണ് ആൻസർ ഉണ്ടാവാറുള്ളത്. അപ്പൊ അങ്ങനെയാണ് നിങ്ങളെങ്കിൽ അത് അതോറിറ്റി ബേസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യാൻ
ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു ഈ ചോദ്യം സ്വയം ചോദിക്കുക. ഒരു ട്രേഡ് എടുക്കാനുള്ള ശരിയായിട്ടുള്ള റീസൺ ഇതാണോ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുക. അത് നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഈ അതോറിറ്റി ബയസിൽ നിന്നും ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നതും മാറി നിൽക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ അതോറിറ്റി ബയസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അതോറിറ്റി ബയസ് എന്താണ് അതിന്റെ സ്വാധീനം എന്നുള്ളതും എന്താണ് അതിന്റെ ട്രേഡിങ്ങിലുള്ള റിഫ്ലക്ഷൻ എന്നുള്ളതും, അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിലൂടെ അതോറിറ്റി ബയസിനെ ചേഞ്ച് ചെയ്യാന്നുള്ളതും, ആ ബിലീഫ് സിസ്റ്റത്തിൽ എന്തൊക്കെ ബിലീഫ്സുകൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ സൈക്കോളജി സീരീസിലെല്ലാം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സൈക്കോളജിയെ പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടുമ്പോൾ നിങ്ങൾ അവെയർ ആവുമ്പോൾ ഈ പല മൊമെന്റിലും ഇത്തരം അബദ്ധങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് ചിലരുടെയെങ്കിലും മനസ്സിൽ ഇത് ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് എന്നുള്ള ഓർമ്മ വരും. അപ്പൊ നിങ്ങൾക്ക് അതോറിറ്റി ബയസ് എന്നുള്ള പേരോ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറയുന്ന പല ടെക്നിക്കൽ ടേമോ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണെന്നുള്ളതും ഞാൻ പോലും ആഗ്രഹിക്കാതെ എൻ്റെ മനസ്സ് ആ ട്രാപ്പിൽ വീഴുകയും സ്വാധീനിക്കപ്പെടുകയാണെന്നുള്ളത് മനസ്സിലാകുമ്പോൾ ഈ അവയർനെസ് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടും. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ബിലീഫ് സിസ്റ്റം പ്രോഗ്രാം ചെയ്തതിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്താൽ ഡബിൾ ആയിരിക്കും എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ എല്ലാ നമ്മുടെ സൈക്കോളജി സീരീസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള എലമെന്റുകളെ നിങ്ങൾ അറിയാതെ ലൈവിൽ നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു അവയർനെസ് പോലെ വന്നുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ആ ടേം നിങ്ങൾക്ക് പറയാനും കൂടെ പറ്റിയാൽ നമുക്ക് കേൾക്കുന്ന എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു ഡിസ്കഷൻ നടത്തിയ സമയത്ത് നമ്മുടെ ഇൻട്രാഡേ നിഫ്റ്റി ട്രേഡിൽ കൂടുതൽ അനാലിസിസ് ചാർട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ അനാലിസിസ് ഷെയർ ചെയ്യുന്നത് വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവിടുന്ന് പലരും പറഞ്ഞ ആൻസർ, ചില ആളുകൾ പറഞ്ഞത് അത് വേണ്ട, കാരണം അനാലിസിസ് പരാലിസിസ് എന്നുള്ള കാര്യത്തിന് അത് കാരണമാകുന്നു. അപ്പം നമ്മളൊരു വീഡിയോയിൽ ഉപയോഗിച്ച ആ ടേം അതേപോലെ തന്നെ മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെ തന്നെ പഠിച്ച് തന്നെ മുന്നേറാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ സൈക്കോളജി കറക്റ്റ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യും. ആ നോളജാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും അലേർട്ടാക്കാനും പോകുന്നത്. അപ്പോൾ ഈ കൃത്യമായിട്ട് സൈക്കോളജി ആസ്പെക്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ലൊരു ട്രേഡറായിട്ട് മാറാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ 1-on-1 സൈക്കോളജി മെന്റർഷിപ്പ് ഒക്കെ അതിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2.5-3 ലക്ഷമെങ്കിലും മിനിമം ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്യാം. ജോയിനിങ് നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് വളരെ നിസാരമായ പൈസയ്ക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഫോളോ ചെയ്യാം. അതിൽ താല്പര്യമുള്ളവർ അതും ചെയ്യാം. പ്രോഗ്രാം ഇത്രയും സമയത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ഒരിക്കലും മറക്കരുത്. ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.